ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഇവിടുത്തെ പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവിടുത്തെ കുട്ടികളുടെ തന്നെ ഡാൻസും അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊച്ചുകുട്ടികളുടെ പാട്ട് അങ്ങനത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാത്രിയിൽ ഗാനമേളയാണെന്ന് തോന്നുന്നു. പിന്നെ വൈകിട്ട് ഘോഷയാത്രയുണ്ട്. അതുകൂടാതെ ചെണ്ടമേളമുണ്ട്, മത്സര ചെണ്ടമേളം ഉണ്ടെന്ന് തോന്നുന്നു. ചെണ്ടമേളത്തിന് വരുന്നത് ഒന്ന് തൃശ്ശൂർ എന്നുള്ള വനിതാ ചെണ്ടമേളക്കാരില്ലേ, അവരുണ്ട്. പിന്നെ കൊല്ലംകാരുണ്ട്. അവർ രണ്ടുപേരുമാണ് ചെണ്ട കൊട്ടാനായിട്ട് വരുന്ന. ഭയങ്കര പരിപാടിയാണെന്നൊക്കെ പറയുന്നത് നമുക്ക് ചെല്ലുമ്പോൾ അറിയാം. പിന്നെ ഞാൻ എന്താ ഇപ്പം എണ്ണിച്ചതേ ഉള്ളൂ. ഇപ്പം സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ താമസിച്ച് എണ്ണിച്ചതാണ് കേട്ടോ. ഇന്ന് ഞാൻ 7:30 ആയപ്പോൾ ഞാൻ എണ്ണിച്ച് വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് പിന്നെയും ഞാൻ കിടന്നുറങ്ങാൻ നോക്കി. കാരണം ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ കുറച്ച് നേരത്തെ എണ്ണിച്ചില്ലേ. അപ്പം അതുകൊണ്ട് കാരണം കുറച്ച് എണ്ണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എണ്ണിച്ചത് കൊണ്ട് ഇന്ന് കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് പോലും ഉറങ്ങിയില്ല. ഇന്നലെ ആണെങ്കിലും അമ്പലത്തിൽ പോകാനായിട്ട് നേരത്തെ എണ്ണിച്ച് ഉച്ചയ്ക്ക് വന്നിട്ട് ഉറക്കമൊന്നും ശരിയായില്ല. കറണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് രാവിലെ ഇച്ചിരി നേരം കൂടെ കിടന്ന് ഉറങ്ങാമെന്ന്. അങ്ങനെ 7:30 ആയിട്ട് എണ്ണിച്ചിട്ട് പിന്നെയും ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഒരു 8:15 വീണ്ടും എണ്ണിച്ച്. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ കിടന്നുറങ്ങി. പിന്നെ അതാ ഇപ്പം 10 മണിയായി ഗൈസ്. നമ്മുടെ മിട്ടു ഭയങ്കര ഉറക്കമാണ്. മിട്ടു വേണ്ട, അയ്യോ ഭയങ്കര ഉറക്കമാണേ. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ പട്ടിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേനും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുവാ തനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നല്ലോ, അതിനിപ്പോൾ കാണാനേ ഇല്ലല്ലോ എന്ന്. ഷോർട്ട് വീഡിയോയിലൊന്നും ഞാൻ അങ്ങനെ മിട്ടുവിനെ ഇപ്പം കാണിക്കുന്നില്ല. കാരണം ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒന്നെങ്കിൽ മറ്റേ ഓഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിട്ടുവിനെ കാണിക്കാത്തത്. മിട്ടുതാ സുഖമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ഭയങ്കര ഉറക്കം. നോക്ക്, തലയൊക്കെ ഇരിക്കുന്ന നോക്ക്, ഭയങ്കര ഉറക്കമാണ്. അപ്പം ഇനി എനിക്ക് എണ്ണിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് ചേച്ചിയും നൈനൂട്ടിയും അമ്മയൊക്കെ വരും. അപ്പം ചോറ് വെക്കണം, കറി വെക്കണം. ഇനി എണ്ണിച്ചിട്ട് സോ മെനി വർക്ക്സ്. അപ്പോൾ ഞാൻ എണ്ണിക്കട്ടെ ഗൈസ്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. എന്നാൽ ഞാൻ എണ്ണിക്കട്ടെ. എനിക്കിങ്ങനെ ഫോൺ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടേ എൻ്റെ കൈ വിറയ്ക്കുന്നു. അപ്പം ഞാൻ എണ്ണിച്ച് പല്ലൊക്കെ തേച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ ജോലികൾ ഓരോന്നായിട്ട് ചെയ്യട്ടെ. ഇന്ന് രാവിലെ ഞാൻ കഴിക്കാനുണ്ടാക്കിയത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശയും അതിൻ്റെ കൂടെ മീൻ ചാറും പിന്നെ പഞ്ചസാരയും. ഇങ്ങനെ ആരെങ്കിലും കഴിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളിങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ച് നോക്കണേ. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളുകൊണ്ട് ഭയങ്കര വെയിലല്ലായിരുന്നോ. അപ്പോൾ തകർത്ത് മഴ പെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട്. നല്ല രീതിക്ക് കാറ്റ് വീശുന്നുണ്ട്. അതുമാത്രമല്ല ഇടിയും ഒക്കെ ഉണ്ട്. എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഇവിടെ പരിപാടിയല്ലേ, അപ്പോൾ ആ ഒരു പരിപാടി വെള്ളത്തിലാകുമോ എന്ന്. ഇതുവരെ വെയിൽ കാരണം മനുഷ്യന് വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ദാ മഴ കാരണം വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇത്രയും നാളും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊരു വെയിലാണ്, വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല എന്നായിരുന്നു. ഇനിയിപ്പോൾ ആൾക്കാർ പറയും ഇത് എന്തൊരു മഴയാണ്, വെളിയിലിറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന്. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്കൊന്നും അങ്ങോട്ട് കൂടുതലാവുന്നത് ഇഷ്ടമല്ലല്ലോ. വെയിലും കൂടുതലാവല്ലോ മഴയും കൂടുതലാവല്ലോ എന്നുള്ളൊരു ചിന്താഗതിക്കാരല്ലേ നമ്മൾ. കുറേ നേരം മുതലേ അച്ഛൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. ഇതിപ്പം കുറേ നേരം കൊണ്ടേ ഭയങ്കര കാറ്റാണ്. മഴ പെയ്യുന്ന ലക്ഷണമില്ല. ചിലപ്പം മഴയെ കാറ്റ് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ എന്താ പരിപാടി സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി. ഇതാണ് കേട്ടോ അച്ഛൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്. ഇത് ഇവരുടെ കമ്മിറ്റിക്കാർ, അതായത് ഭാരതാംഗികളില്ലേ, ഭാരവാഹികൾ, അവർക്ക് എല്ലാവർക്കും കൂടെ ഇതുപോലെ ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അച്ഛൻ പോയത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ മുമ്പേ മുതലേ കറണ്ട് ഇല്ലായിരുന്നു.
ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം എൻ്റെ ഫോണിലാണെങ്കിൽ ഒട്ടും ചാർജ് പോലും ഇല്ല. ഇനിയിപ്പോൾ വൈകിട്ടത്തെ പരിപാടിയുടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്തായാലും കറണ്ട് വന്ന് ഫോൺ കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ, ചാർജ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കി വീഡിയോ എടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയാവും. എന്തായാലും കാറ്റ് നല്ല രീതിക്ക് വീശുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. കുറേ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടേ കാറ്റ് അധികമായിട്ട് വീശിക്കഴിഞ്ഞാൽ ചിലപ്പം മരങ്ങളെങ്ങാനും ഒടിഞ്ഞ് നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് വീണാലോ എന്നുള്ളൊരു ചെറിയ ടെൻഷനുണ്ട്. എന്തായാലും ഞാൻ കുളിച്ച് ഒരുങ്ങാനൊക്കെ നോക്കട്ടെ. പരിപാടിക്ക് പോകണ്ടേ. മഴ പെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ ഇറങ്ങണം, ഇല്ലെന്നുണ്ടെങ്കിൽ മഴയത്ത് ഇവിടെ ഇരിക്കേണ്ട അവസ്ഥയാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ പരിപാടി നടത്തേണ്ടത് 5ഉം 6ഉം ആയിരുന്നെന്ന്. അന്ന് മഴയില്ലായിരുന്നു, കാറ്റുമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് പ്രോഗ്രാം നടക്കുന്നതിൻ്റെ അന്ന് ഭയങ്കര കാറ്റാണ് കേട്ടോ. എന്തായാലും അച്ഛൻ ഒരുങ്ങി പോയിട്ടുണ്ട്. ഞാൻ എന്താ കുളിക്കാൻ പോവുക. അച്ഛൻ പ്രത്യേകം പറഞ്ഞ് മഴയ്ക്ക് മുമ്പ് ഒരുങ്ങി ഇറങ്ങി വരണേ. ഇന്നലെ മെമ്പർ പരിപാടിക്ക് ഞങ്ങൾ പോയപ്പോഴേ ഞങ്ങളോട് പറഞ്ഞായിരുന്നു 4 മണി ആകുമ്പോഴേ ഇറങ്ങി ചെല്ലണേന്ന്. അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇത്രയും ദിവസം മഴ പെയ്യണേന്നായിരുന്നു ആഗ്രഹം. കാരണം ഭയങ്കര ചൂടല്ലായിരുന്നോ. ഇന്നിപ്പോൾ പറയുന്ന ദൈവമേ മഴ പെയ്യല്ലേന്ന്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടല്ലേ അവരുടെ. അവരാണെങ്കിൽ മറ്റേ പിരിവിനൊക്കെ നടന്ന് പിന്നെ ആദ്യം പരിപാടി നടത്താഞ്ഞത് മെമ്പറിന് വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ ഇപ്പം നടത്തുന്നത്. അത് മഴയത്ത് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തുവാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും കുളിച്ചിട്ടൊക്കെ വരട്ടെ. ഇവിടെ കറണ്ടൊക്കെ പോയി. ഇനി ഏതവസ്ഥയിൽ പോകാൻ പറ്റുമെന്ന് ഒരു പിടിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ കുളിക്കാൻ പോവുക. മഴ നനഞ്ഞു പോകണോ അതോ ഇനി പോവാതിരിക്കണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. വെള്ളം വന്ന് എൻ്റെ ദേഹത്ത് വീഴുന്ന മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. പിന്നെ ആണെങ്കിൽ ചെണ്ടമേളക്കാരൊക്കെ 1 മണി ആയപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് അവർ ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊട്ടി നോക്കത്തില്ലേ, ആ സൗണ്ടൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റുമായിരുന്നു. കഷ്ടം, ഇതൊന്നും വെള്ളത്തിൽ പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു ദിവസത്തേക്ക് മഴ പെയ്യല്ലേന്ന്. എന്നാൽ ഞാൻ പോയി കുളിക്കട്ടെ. ഗൈസ്, ഞാൻ വേണ്ട അങ്ങനെ ഒരുങ്ങി. ഒരു സത്യം പറയാമല്ലോ, ഞാൻ കുളിച്ചില്ല. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബാത്റൂമിൽ ഇരുട്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല ഗൈസ്. ഇനി അവിടെ പരിപാടിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് എന്തായാലും നമ്മൾ ക്ഷീണിക്കുമല്ലോ, തിരിച്ച് വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ കുളിക്കാതെ ഒരുങ്ങി ഈ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇത് അവിടെ ചെണ്ടമേളമൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? അച്ഛൻ മുമ്പേ പോലെ വിളിയോട് വിളിയാ, വരുന്നില്ലയോ എന്ന്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നുന്നു. മഴയൊന്നും വലുതായിട്ട് പെയ്തില്ല, പക്ഷെ ചാറ്റമഴ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ വന്ന് നിന്നപ്പോഴത്തേക്കിനും ഘോഷയാത്രയ്ക്ക് വേണ്ടി എല്ലാവരെയും സെറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളെ കിടന്ന് വിളിച്ച് കേട്ടോ, ആ ഫ്രണ്ടിലത്തെ ബാനർ പിടിക്കാൻ വേണ്ടി. പണ്ട് കുഞ്ഞിലേ ഞങ്ങളായിരുന്നു ആ ബാനറൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ചെറിയൊരു മടിയായി തുടങ്ങി. ഇതാണ് കേട്ടോ അച്ഛൻ്റെ ഡ്രസ്സ്. അച്ഛൻ്റെ മാത്രമല്ല, ക്ലബിലെ എല്ലാ ഭാരതാംഗികളുടെയും ഡ്രസ്സ് ഇത് തന്നെയാണ്. ഈ ഒരു വൈറ്റും പിന്നെ ഒരു മജന്ത കളറ്. പക്ഷെ നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് നിന്നു. പിന്നെ ഘോഷയാത്രയുടെ ആ ഒരു ലൈനിൽ കയറിയിട്ട് ഞങ്ങൾ നമ്മുടെ അവിടെ നിന്ന് 50 മുക്കിന്ന് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നമ്മുടെ 50 മുക്കിന്ന് ഘോഷയാത്ര തുടങ്ങിയിട്ട് ഇത് ആദിക്കാട്ടുളങ്ങര ചെന്നിട്ട് തിരിച്ച് റൗണ്ട് അടിച്ച് വീണ്ടും നമ്മൾ 50 മുക്കിൽ തന്നെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ഘോഷയാത്രയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി എത്തിയപ്പോഴത്തേക്കിനും കിങ്ങിണി ചേച്ചി അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഘോഷയാത്രയ്ക്ക് വരാൻ വയ്യായിരുന്നു. കിങ്ങിണി ചേച്ചി അവിടെ എല്ലാം കൂടെ പിടിച്ച് ഘോഷയാത്രയ്ക്ക് കയറ്റി. ഗായ്സ്, നൈനൂട്ടി പിണങ്ങിയിരിക്കുകയാണ് ഗായ്സ്. നൈനൂട്ടിയുടെ ബലൂണ് പറന്നുപോയി. നോക്കി ചിരിച്ചോ. ഇപ്പൊ ബലൂൺ കൊണ്ടുതരും കേട്ടോ. നൈനൂട്ടിക്ക് ഒരു വിഷമവും ഇല്ല ഗായ്സ്. ഹായ് കാണിച്ചേ.
പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് അങ്ങനെ ക്ഷീണിച്ച് വന്ന് കിടക്കുവാണ് കേട്ടോ. നല്ല അടിപൊളി ഗാനമേളയായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇവിടെ ആണെങ്കിൽ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ദിവസം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ ബൈ.